അപ്പോൾ രാവിലെ തന്നെ ഒരു കുറ്റി പുട്ടും നല്ല വലിയ കടലയുടെ കടലക്കറിയും അടിപൊളി ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ല വൃത്തിക്ക് ഒരു കുറ്റി പുട്ടങ്ങ് അടിച്ച് കയറ്റി. പിന്നെ ഒരു കരിക്ക് പൊട്ടിച്ചിരുന്നായിരുന്നു, അതിൻ്റെ കാമ്പെല്ലാം കൂടി ഇട്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് വളരെ ലൈറ്റാണ്, അതെന്താണെന്ന് കാണാം ലൈറ്റാക്കിയത്. നല്ല പപ്പടവും പിന്നെ നമ്മൾ ഉപ്പിലിട്ട ഡബ്ലോലിക്ക ഉണ്ടല്ലോ, ഡബ്ലോലിക്ക നമ്മളിങ്ങനെ ഇടികല്ലിലിട്ട് ചതച്ച് മാങ്ങ ഉപ്പിലിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് ചതച്ച് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതും ഇങ്ങനെ ഈ പയറും കൂടി ഇട്ട് കഞ്ഞിക്കകത്തോട്ടിട്ടൊന്ന് കുടിച്ച് നോക്കണം. എൻ്റെ പൊന്നു സാറേ, പിന്നെ ചുറ്റിലൊന്നൊന്നും കാണാൻ പറ്റത്തില്ല. മുളക് പൊടി ഇട്ടപ്പോൾ പിന്നെ ഒട്ടും കണ്ടില്ല. നല്ല രീതിയിൽ അങ്ങ് കുടിച്ച് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിലൊന്നാണ് ഈ സംഭവം. എന്നിട്ട് ഉമ്മി പായസം ഉണ്ടാക്കിയായിരുന്നു, അത് പപ്പടവും കൂട്ടി ഒരു പിടുത്തം അങ്ങ് പിടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം, പ്രത്യേകിച്ച് ഇതുപോലുള്ള പായസങ്ങളൊക്കെ. ഇതെനിക്ക് എത്ര കുടിച്ചാലും മത്തടിക്കില്ല. എൻ്റെ പുത്രനോട് ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടില്ലേ. പിന്നെ ട്രെൻഡിങ് ആയിട്ട് പറയണത് നമ്മുടെ കച്ച് അത് തന്നെ കച്ച്. അത് വൈകുന്നേരം ചുമ്മാതെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയേ. പിന്നെയും കഴിച്ചങ്ങ് ഇരിക്കുകയാണേ. ഇത് നിർത്താൻ തോന്നുന്നില്ല, പക്ഷെ നിർത്തുന്നതാണ് നല്ലത് എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും കൊടുത്തു, ഞാനും കഴിച്ചു. അതാണ് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് കഞ്ഞിയാക്കിയത്. അപ്പം നമ്മൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് പുറത്തൊക്കെ പോയി. വൈകുന്നേരം അല്ല, രാത്രിയായി. അപ്പോൾ വാപ്പച്ചിയൊക്കെ കയറിയില്ലായിരുന്നു. നമ്മൾ ഓർഡർ എടുത്തു. കിഴി പൊറോട്ടയാണ് ഉമ്മിയും നാത്തൂനും ഓർഡർ ചെയ്തത് കേട്ടോ. അതായിരുന്നു. പിന്നെ നമ്മൾ കൈയിട്ട് വരൽ ശീലമായതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ലല്ലോ. ഞാനെപ്പോഴും വെറൈറ്റി പിടിക്കണമെന്ന് പറയും, പക്ഷേ എന്നാലും എപ്പോഴും അൽഫാമോ മന്തിയോ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. പക്ഷെ അവരുടെ പൊറോട്ടയും ഞാൻ കൈയിട്ട് വരും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലോട്ടൊക്കെ പോയി. പിന്നെ വാപ്പിക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ചായ കുടിച്ചു, ഒന്ന് എൻജോയ് ചെയ്തു, വീട്ടിൽ വന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.